അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബീവി ഖദീജക്ക് മംഗല്യം വന്നേ, മാരൻ ആറ്റൽ റസൂലാണെന്നോർക്ക്. ബീവി ഖദീജക്ക് മംഗല്യം വന്നേ, മാരൻ ആറ്റൽ റസൂലാണെന്നോർക്ക്. ഹബീബിനെ സ്നേഹിച്ച് നിന്നോരാ പൊന്നെ, ഹബീബിനെ സ്നേഹിച്ച് നിന്നോരാ പൊന്നെ. അവരാണ് മാലാക പോലെ ഹുറി, അവരാണ് മാലാക പോലെ ഹുറി. ബീവി ഖദീജക്ക് മംഗല്യം വന്നേ, മാരൻ ആറ്റൽ റസൂലാണെന്നോർക്ക്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മയൊക്കെ ഹബീബിനെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കാൻ, ഹബീബിനെ പ്രണയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ മഹ്ശറിൽ ഹബീബിൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇത് ഹബീബാണെന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭൂമിയിലെ സ്വർഗമായ മദീനയിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പച്ചക്കുബ്ബ നോക്കി കൺകുളിർക്കെ നോക്കി ഇരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റ് ബന്ധുക്കൾ, ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും റബ്ബ് കാക്കുമാറാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് റമദാൻ 10 പൂർത്തിയായിട്ടുണ്ട്. ഇന്നായിരുന്നു ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖദീജ ബീവിയുടെ ആണ്ട് ദിനമാണല്ലോ ഇന്ന്. ബീവി സഹിച്ചതുപോലെ ത്യാഗം ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഹബീബിന് വേണ്ടിയിട്ട് മുഴുവൻ എല്ലാം ഹബീബിന് വേണ്ടി സമർപ്പിച്ചവരാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അതിസമ്പന്നയായ ബീവി സമ്പത്ത് മുഴുവനും ഹബീബിന് വേണ്ടി സമർപ്പിച്ചു. ശരീരവും ഹബീബിന് സമർപ്പിച്ചു. വലിയ സമ്പന്നയായിട്ട് പോലും വഫാത്താകുന്ന സമയത്ത് കഫംപുട തികയാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ച് ഹബീബിനെ ഒരു നിലക്കും ഒരു മുഷിപ്പുണ്ടാക്കാതെ, ഒരു എതിർവാക്ക് പോലും പറയാതെ ഹബീബിന് സേവനം ചെയ്ത് ഹബീബും അതുപോലെ ഇഷ്ടപ്പെട്ടു. മറ്റു ഭാര്യമാരെ കാട്ടിലും ഹബീബ് ഖദീജ ബീവിയെ ഇഷ്ടപ്പെട്ടു. ചരിത്രങ്ങളൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം ആ മഹദിയോടൊപ്പം മഹദിയുടെ ദറജ കാരണം നാം എല്ലാം വിജയിക്കുമാറാവട്ടെ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇത്ര ദിവസം ചർച്ച ചെയ്തത്. തഴവ ഉസ്താദ് വിവരിച്ച വരികളിലൂടെയായിരുന്നു നമ്മൾ ഇത്ര ദിവസം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇന്ന്
റഹ്മത്തിന്റെ 10 പൂർത്തിയായിട്ടുണ്ട്. റഹ്മത്തിന്റെ 10 നമ്മോട് സലാം പറഞ്ഞ് പോവുക. എന്താണ് റഹ്മത്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പാപമോചനത്തിനുള്ള 10. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാം സ്വലാത്തിലുണ്ട് എന്നുള്ളതാണ്. റഹ്മത്ത് ലഭിക്കണമെങ്കിലും, ബറക്കത്ത് ലഭിക്കണമെങ്കിലും, മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിലും, സ്വർഗപ്രവേശനം ലഭിക്കണമെങ്കിലും, നരകമോചനം ലഭിക്കണമെങ്കിലും, ഖബർ ശിക്ഷ ഒഴിവാകണമെങ്കിലും, ഈമാൻ കാമിലായിക്കൊണ്ട് മരണപ്പെടണമെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഹബീബ് തന്നെ വേണം. ഹബീബിനെ നമ്മൾ അതിരറ്റ് പ്രണയിക്കണം. സ്നേഹിക്കലല്ല, ഹബീബിനെ പ്രണയിക്കുക തന്നെ വേണം. നമ്മൾ ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ അവർക്കെന്താണോ ഇഷ്ടപ്പെട്ടത് അതിനെ നമ്മൾ ഇഷ്ടപ്പെടും. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ നമ്മൾ ചെയ്യും. പ്രണയിനിക്ക് വേണ്ടിയിട്ട് രക്തം ചാലിച്ച കത്തുകൾ എഴുതാറുണ്ട്. അതെന്താ? ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തു കൂട്ടുന്നത്. എന്നാൽ സ്നേഹിക്കാനും പ്രണയിക്കാനും ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹബീബ് മാത്രമാ. കാരണം നമ്മെ അതിരറ്റ് സ്നേഹിച്ച ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഹബീബ് മാത്രമാ. കാരണം 6-ാം വയസ്സിൽ ഉമ്മാനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ ഉപ്പാനെ നഷ്ടപ്പെട്ടു. 8-ാം വയസ്സിൽ വല്ലിപ്പയും നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് മറ്റു ബന്ധുക്കളാ. മറ്റു ബന്ധുക്കളിൽ തന്നെ ഹബീബിനോട് അനുകമ്പ ഉള്ളത് പിൽക്കാലങ്ങളിൽ ആകെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായത്. സ്വന്തം എളാപ്പാന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആദ്യത്തെ എതിർപ്പ് ഹബീബിനെ എതിർവാക്ക് ഏറ്റിട്ടുള്ളത്. എന്നാൽ മറ്റൊരു മൂത്താപ്പയാണ് പിന്നെ സഹായിയായിട്ട് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം ഓരോ കാര്യങ്ങൾ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ മുഴുവൻ റബ്ബിന് വേണ്ടി സമർപ്പിച്ച് ഹബീബ് ഇഷ്ടപ്പെട്ടത് ഉമ്മത്തിനെയാണ്. നാളെ മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാലും അവിടെയും ഹബീബിന് മുഖ്യം നമ്മോടാണ് അടുപ്പം. അതാണല്ലോ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് സ്വഹാബാക്കളോട് പറഞ്ഞല്ലോ, സ്വഹാബ എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. അപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, ഹബീബേ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങളല്ല അവരെന്നെ കണ്ടിട്ടില്ല എന്നാലും അവരെന്നെ കാണാതെ അവര് സ്നേഹിക്കും, അവർ പ്രണയിക്കും എന്ന് പറഞ്ഞു. അഥവാ ആ ഒരു കൂട്ടര് നമ്മളാണ്. അപ്പൊ നമ്മൾ കണ്ണടയുന്നതിന് മുമ്പ് ഹബീബിനെ കാണണം, കൺകുളിർക്ക് കാണണം. എന്നാ ഖബറിൽ ചെല്ലുമ്പോ ഇതാരെന്ന് ചോദിക്കുമ്പോ ചോദ്യത്തെക്കാട്ടിലും ഉത്തരം പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിനെ കാണാൻ കഴിയുന്ന ആളുകളാണ് ഇനി വരുന്ന രാവുകൾ പ്രണയാർദ്ദമായ രാവുകളാണ് ഇനി വരാൻ പോകുന്നത്. പ്രണയത്തിന് വേണ്ടി മുഴുവൻ സമർപ്പിച്ച, സ്വന്തം ശരീരം സമർപ്പിച്ച ഹബീബ് എന്ന ചിന്തയില് മറ്റൊന്നുമില്ലാതെ എല്ലാം ഹബീബിന് സമർപ്പിച്ച് ഹബീബ് പറഞ്ഞല്ലോ, റബ്ബേ ഈ ഒരു കൂട്ടരെ നശിപ്പിച്ചു കഴിഞ്ഞ ഈ ഒരു കൂട്ടര് ഇല്ലാതായി കഴിഞ്ഞാൽ നിന്നെ സ്മരിക്കാൻ ഭൂമിയിൽ ഒരാൾ ഉണ്ടാകില്ല, ഇവരെ സഹായിക്കണേ എന്ന് ദുആ ചെയ്തത് ബദരീങ്ങൾക്ക് വേണ്ടിയിട്ടാ. ബദരീങ്ങളെ സ്മരിക്കണം, ബദരീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പോഴേ നമ്മുടെ ഈമാന് പരിപൂർണമാകുള്ളൂ. കാരണം ഹബീബിന് വേണ്ടി ഒരായുധവും ഇല്ല. അവര് സാധാരണ കൊണ്ട് നടക്കുന്ന വാള് മാത്രമാണ് ആയുധമായിട്ടുള്ളത്. അതാണല്ലോ
ബദ്ർ യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് ഖുറൈശികൾ ഒരു ചാരന്മാരെ മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് പറഞ്ഞയച്ചു. അവര് ചുറ്റി സഞ്ചരിച്ചിട്ട് മുസ്ലിങ്ങളുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാ, ഞാൻ അവരുടെ അടുത്ത് ഒരായുധവും കണ്ടിട്ടില്ല, ആയുധങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്നാൽ അവര് മരിക്കാനായിട്ട് പുറപ്പെട്ടു വന്നവരാ എന്നാണ് അവര് അബൂജഹലിനോട് മറുപടി പറഞ്ഞത്. അതുപോലെ മരിക്കാനായിട്ട് ഹബീബിന്, അതാണല്ലോ സഹാബാക്കളോട് ഹബീബ് ചോദിച്ച സമയത്ത് നമ്മൾ മാറിപ്പോവണോ, യുദ്ധം ചെയ്യണോ, മാറിപ്പോണോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബ് പറഞ്ഞത്, ഹബീബിനോട് സഹാബാക്കൾ എന്താ പറഞ്ഞേ, മുത്തുനബിയെ, അങ്ങ് ഞങ്ങൾ മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹം പറഞ്ഞതുപോലെ പറയൂല, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയൂല. ഹബീബെ, മുന്നിലൊരു കടലാണെങ്കിലും കടലിലേക്ക് എടുത്ത് ചാടാൻ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ അതെടുത്ത് ചാടും എന്ന് പറഞ്ഞ ഹബീബാണ് അവർക്ക്. അവരുടെ ശരീരം പ്രശ്നമില്ല, അവരുടെ സമ്പത്ത് പ്രശ്നമില്ല, കുടുംബം പ്രശ്നമില്ല, എല്ലാം ഹബീബ് എന്ന ചിന്തയായിരുന്നു. ആ ബദരീങ്ങളുടെ ദിനമാണ് ഇനി വരാനിരിക്കുന്നത്. പ്രണയത്തിന്റെ രാവുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഹബീബിനെ അതിരറ്റ് പ്രണയിച്ച് ശരീരം സമർപ്പിച്ച ബദരീങ്ങൾ. അപ്പം അവര് പ്രണയിച്ചത് പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയൂല. എന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാവുകളിൽ സ്വലാത്തിനെ കൂടുതലായിട്ട് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്ത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഹദീസാണ്, എന്നാലും ഒന്നുകൂടി ഈ ഒരു അവസരത്തിൽ വിവരിക്കുകയാണ്. കാരണം മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിലും, മർഹമത്ത് ലഭിക്കണമെങ്കിലും, ഷഫാഅത്ത് ലഭിക്കണമെങ്കിലും, ജന്നത്ത് ലഭിക്കണമെങ്കിലും, നരകമോചനം ലഭിക്കണമെങ്കിലും, ഖബർ ശിക്ഷ ഒഴിവാവണമെങ്കിലും, സിറാത്ത് മിന്നൽ വേഗതയിൽ കടന്നു പോവണമെങ്കിലും എല്ലാം സ്വലാത്ത്. കാരണം നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഇരട്ടിയായി നൽകുന്നതാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ റൂഹിന്റെ ഭക്ഷണവുമാണ് സ്വലാത്ത് എന്നുള്ളത്. അതാണല്ലോ ഹബീബ് നമ്മോട് പറഞ്ഞു തന്നിട്ടില്ലേ, റവാഅനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അതാനി ജിബ്രീൽ വഇസ്രാഫീൽ വഅസ്റായീൽ വമീകായിൽ അലൈഹിസ്സലാം ഫഖാല ജിബ്രീൽ യാ റസൂലല്ലാഹ് മൻ സ്വല്ലാ അലൈക 10 മർറാത്ത് അന ആഖിദും ബിയദിഹി മറത്തൻ അലാ സിറാത്ത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബേ, അങ്ങയുടെ മേലിൽ ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കയ്യിനെ ഞാൻ പിടിക്കും. സിറാത്ത് കടക്കുന്ന സമയത്ത് അവന്റെ കയ്യിനെ ഞാൻ പിടിക്കും. എന്നിട്ട് മിന്നൽ വേഗതയിൽ ഞാൻ അവനെ കടത്തിവിടും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. അപ്പൊ മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അവൻക്ക് അങ്ങയുടെ ഹൗലിൽ നിന്ന് ഞാൻ അവൻക്ക് വേണ്ടി കുടിപ്പിക്കുകയും, പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, ഞാൻ അവൻക്ക് വേണ്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. എത്ര വരെ? അവന്റെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ. അവന്റെ ദോഷങ്ങൾ പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന് റബ്ബ് പറയുന്നത് വരെ ഞാൻ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയും അങ്ങയുടെ ഹൗദിൽ നിന്ന് കുടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു. അപ്പൊ ഇനി പാപമോചനത്തിന്റെ 10
ഇപ്പൊ കഴിഞ്ഞ 10 നമ്മൾ പറഞ്ഞു റഹ്മത്തിന്റെ 10 അത് ഹബീബിന്റെ 10 എന്നുള്ളത്. ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട 10 എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ 10 എന്താ? ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള 10. ഈ 10ലും സ്വലാത്തിനെ അധികരിപ്പിക്കുക. മലക്കുകളെ പ്രാർത്ഥന തട്ടിക്കളയില്ലല്ലോ. ഇജാബത്ത് ഉറപ്പുള്ള കാര്യ. പിന്നെ അതുപോലെ ഖിസ്മത്തില്ലാത്ത അമലും അത് സ്വലാത്ത് മാത്രമാ. വേറെ ഒരമലും ഖിസ്മത്ത് ഉണ്ട്, അഥവാ നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ട് അമല് ചെയ്താൽ ആ പ്രയാസം എത്രപ്പെടുത്തിയോ അതിനനുസരിച്ച് നാളെ മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാൽ റബ്ബേ ഇവൻ എന്നെ ഇന്ന പ്രയാസപ്പെടുത്തി, ഇവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അമലുകളൊക്കെ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. എന്നാൽ ആ ഖിസ്മത്തില്ലാത്ത കൊടുക്കാത്ത അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രം. അപ്പൊ ഗ്യാരണ്ടി ഉള്ള ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്താണ്. അപ്പൊ ഈ ഒരു 10ലും സ്വലാത്തിനെ അധികരിപ്പിക്കുക. പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അവന്റെ റൂഹിനെ പിടിക്കുക. കമാ ഖബൽതു അർവാഹൽ അംബിയാ, അമ്പ്യാക്കളെ റൂഹ് ഏത് പ്രകാരം പിടിക്കോ അതുപോലെ ഞാന് അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും എന്ന് അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു. അപ്പം ഏത് അമലും സ്വീകരിക്കുന്നു നമുക്ക് ഉറപ്പില്ല, നമുക്ക്. എന്നാല് ഉറപ്പുള്ള അമൽ ഏതേ ഉള്ളൂ? സ്വലാത്ത് മാത്രമാ. അപ്പം സ്വലാത്ത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. ഹബീബിനെ സ്നേഹിച്ചവരെ കണ്ടുകൊണ്ട് അതുപോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. വാൻ ഔസ് ബിനു ഔസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ ഫക്സിറു അലയ്യ മിൻ സ്വലാത്തി ഫീഹി. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം. ആ ദിവസം നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുവിൻ. കാരണം ആ സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നതാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് അങ്ങേക്ക് വെളിവാക്കുക? അങ്ങ് മരണപ്പെട്ടിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോ ഹബീബ് വീണ്ടും പറഞ്ഞു കൊടുക്കുക, അത് സഹാബാക്കൾക്ക് സംശയം ഉണ്ടായിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് റബ്ബ് ചോദിപ്പിക്കുക. പിൽക്കാലങ്ങളിൽ ചോദ്യം വരും എന്നുള്ള നിലക്ക് ചോദിപ്പിക്കുകയാണ്. നമ്മളെ പോലത്തെ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ റൂഹിനെ അഥവാ അമ്പിയാക്കളുടെ ശരീരം ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ഭൂമി തൊടാൻ കഴിയില്ല എന്ന്. അതുപോലെ സ്വലാത്തിനെ ദായിമാക്കുന്നവരാണെങ്കിൽ അവരുടെ ശരീരവും ഭൂമിക്ക് തൊടാൻ പേടിയാ. കാരണം സ്വലാത്ത് ദായിമാക്കുന്ന ആളാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ, അമ്പിയാക്കളെ റൂഹ് ഏത് പ്രകാരമാ പിടിക്കുക അതുപോലെയായിരിക്കും സ്വലാത്തിനെ ദായിമാക്കിയ ആളുകളുടെ റൂഹിനെ പിടിക്കുക എന്ന്. അപ്പം അമ്പിയാക്കളുടെ മുൻകാല പ്രവാചകന്മാരുടെ ആ ഒരു പദവിയിലേക്കാണ് സ്വലാത്തിനെ ദായിമാക്കുമ്പോൾ അവരുടെ ദറജ ഉയർത്തപ്പെടുക എന്നുള്ളത്. അതുപോലെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നു, സഅമ അൻഫു റജുലിൻ ദുകിറത ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം കെട്ടവനുണ്ടെങ്കിൽ അതാരാന്ന് വെച്ചാൽ ഒരാൾ നശിച്ചു പോയിരിക്കുന്നു. എങ്ങനെ? എൻ്റെ പേര്
എന്നെ സ്മരിക്കപ്പെട്ടു എന്നിട്ട് എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവൻ നശിച്ചോട്ടെ എന്നാ പറഞ്ഞത്. എൻ്റെ പേര് പറഞ്ഞിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനുണ്ടെങ്കിൽ അവനാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം കെട്ട ആള് എന്ന്. അപ്പൊ പരസ്പരം ഇങ്ങനെ ഹബീബിന്റെ പേരുകൾ ധാരാളം പറയുന്നുണ്ടാവും, എന്നാലും സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ വിട്ടുപോകുന്നു. അപ്പൊ ഹബീബ് എന്ന് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറയുമ്പം തന്നെ നമ്മൾ സ്വലാത്തിനെ ചൊല്ലേണ്ടതുണ്ട്. ഹബീബിന്റെ വിശേഷണങ്ങൾ പറയുമ്പം തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിനെ ചൊല്ലേണ്ടതുണ്ട്. കാരണം ഭൂമിയെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടല്ല ഈ അലങ്കരിച്ചിട്ടുള്ളത്, അത് ഹബീബിന് വേണ്ടിയിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഭൂമിയിൽ എവിടെ നോക്കുമ്പോഴും ഹബീബിന്റെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. മദീനത്തെ ആ പച്ചക്കുബ്ബക്ക് തുല്യമായിട്ടാണ് പച്ചപ്പുകളും ഭൂമി നിറയും പച്ചപ്പുകളാക്കിയതും. ഓരോ ഇലകൾ എടുത്തു നോക്കുമ്പോഴും ആ പച്ചക്കുബ്ബയുടെ ആകൃതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. കാരണം ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബിന്റെ റബ്ബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹബീബ് ഒന്ന് കൈ ഉയർത്തിയാൽ വിഷമിക്കുന്നത് റബ്ബാണ്. അതാണല്ലോ നമ്മൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഹബീബ് വിഷമിച്ചതായി കാണുമ്പോൾ റബ്ബ് ഉടനടി അതിന് മറുപടിയായിട്ട് ഇറങ്ങല്ലേ. അതാണല്ലോ നമ്മൾ ഓതുന്ന വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്ത് ഹബീബിനെ ആശ്വസിപ്പിച്ചതല്ലേ. അതുപോലെ പ്രബോധനം തുടങ്ങിയ കാലത്ത് കുടുംബങ്ങളെ മൊത്തം വിളിച്ചു വരുത്തി സഫാ കുന്നിന്റെ അടിയിൽ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ, ദീനിനെ ആദ്യമായി പരിചയപ്പെടുത്തുമ്പോൾ എന്നാൽ നിങ്ങളോടൊരു ഗൗരവമായ ഒരു കാര്യം പറയട്ടെ. ഈ മലയുടെ പിന്നിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു സൈന്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു വിശ്വസിക്കും, കാരണം നീ വിശ്വസ്തനാണ് എന്ന്. എന്നാൽ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ റബ്ബിന്റെ ദൂതനാണ്, നിങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വന്ന റസൂലാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണേ എന്ന് പറയുമ്പോ തബ്ബല്ലക യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തളാപ്പയാ പറയുന്നേ, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പം തന്നെ റബ്ബ് ഇറങ്ങിയല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഹബീബേ അങ്ങേക്കല്ല നാശം, ആ അബൂലഹബിനാണ് നാശം എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി. ഹബീബ് വിഷമിച്ചാൽ ഹബീബിന്റെ റബ്ബ് അതറിയും. അതാണല്ലോ നബിയെ അങ്ങേ ഒഴിവാക്കിയിട്ടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അങ്ങേക്ക് നൽകും എന്ന് പറഞ്ഞതെന്താ? ഹബീബിന്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളും സ്വർഗത്തിലെത്തിയാലേ ഹബീബിന് ആശ്വാസമുള്ളൂ. അപ്പൊ ഹബീബിന് ഏറ്റവും ഇഷ്ടം നമ്മൾ വിജയിക്കണം എന്നുള്ളതാ. എന്നാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളാണ് മുഖ്യം. അപ്പൊ നമ്മൾ എല്ലാത്തിനെക്കാട്ടിലും, നമ്മുടെ ശരീരത്തെക്കാട്ടിലും ശ്വാസത്തെക്കാട്ടിലും രക്തത്തെക്കാട്ടിലും മറ്റെന്തിനെക്കാട്ടിലും ഹബീബിനെ പ്രണയിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ഹബീബിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഈ റമളാൻ ഹബീബിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. 3 10 ഹബീബിന് വേണ്ടിയിട്ടുള്ളതാ, ഹബീബിന്റെ 10കളാ. ആദ്യം റഹ്മത്തിന്റെ 10, ഏറ്റവും വലിയ റഹ്മത്ത് ഹബീബാണ്. ഈ ഒരു 10 മഗ്ഫിറത്തിന്റെ 10 ആണെങ്കിലും അതും ഹബീബ് മുഖാന്തരമാവണം. മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ
ഹബീബ് മുഖാന്തരം തന്നെ വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നല്ലോ നിസാ സൂറത്തിലെ ആയത്ത്. ഹബീബെ, അങ്ങയുടെ അടുക്കലേക്ക് അവർ തെറ്റ് ചെയ്തു കൊണ്ടുവരുമ്പോ അങ്ങ് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എന്ന് 66-ാമത്തെ ആയത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പുറത്ത് ലഭിക്കണമെങ്കിൽ ഹബീബ് മുഖാന്തരമേ നമുക്കത് സാധ്യമാകുള്ളൂ. അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നമ്മുടെ ഭാര്യമാർ, ദുആ വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങള്, എല്ലാവർക്കും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയൊക്കെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബദരീങ്ങളുടെ രാവിലും ലൈലത്തുൽ ഖദർ കടന്നു വരുമ്പോഴും ആ രാവുകളിൽ ഹബീബിനെ കൺകുളിറക്കെ കാണാനുള്ള ഹബീബിന്റെ പ്രകാശം കണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ഹബീബിന്റെ അരികിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഖീലതി അദ്രിക്നാ യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഖീലതി അദ്രിക്നാ യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രക്തവും ശ്വാസവും എല്ലാം ഹബീബിന് സമർപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബിന്റെ പൂമുഖം കണ്ട് പുഞ്ചിരി തൂകി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാരെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ ഹബീബാണെന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ മഹ്ശറില് സ്വർഗത്തിലേക്ക് ഹബീബിനെ ആനയിച്ചു കൊണ്ടുപോകുന്ന സംഘത്തിൽ നമുക്കൊക്കെ ഉൾപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ റബ്ബിന്റെയും ഹബീബിന്റെയും പൂമുഖം കാണാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെയും ഭാര്യമാരെയൊക്കെ ആശിഖീങ്ങളും മാദിഹീങ്ങളും ആക്കുമാറാവട്ടെ. ആശിഖീങ്ങളെയും മാദിഹീങ്ങളെയും ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ ദുആ വസിയത്ത് ചെയ്ത കുറേ ആളുകളുണ്ട്, പല വിധത്തിൽ ഉദ്ദേശങ്ങൾ വെച്ച് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ റബ്ബ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കിഡ്നി ഫെയിൽ ആയിക്കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ക്യാൻസർ കൊണ്ട് കീമിയോ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്യാൻസറിന്റെ അണുക്കളെ മുഴുവന് നശിപ്പിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا. اللهم اعتق رقابنا رقاب آبائنا وأمهاتنا وأساتذتنا من الدين والمظالم والنار. ربنا تقبل منا صلاتنا وسيلتنا
قيامنا وقيامنا وركوعنا وسجودا تخشعنا وتضرعنا وتمم تقصيرنا واستجب دعانا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اسقنا غيثا مغيثا ولا تجعلنا من القانتين اللهم اسقنا غيثا مغيثا ولا تجعلنا من القانتين اللهم اسقنا غيثا مغيثا ولا تجعلنا من القانتين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم പ്രിയ സുഹൃത്തുക്കളെ, ഈ വിനീതന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുക. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഹബീബിനെ കാണണം, ഹബീബിൻ്റെ ഷഫാഅത്ത് ലഭിക്കണം എന്നുള്ളതേ ഉദ്ദേശമുള്ളൂ. ഈ റമദാൻ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പായി ഹബീബിനെ കാണാനുള്ള തൗഫീഖിന് വേണ്ടി പരസ്പരം എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.